വിനോദ് സർ, നമുക്കറിയാം ഇന്ത്യ പാക് സംഘർഷം ആരംഭിച്ചതു മുതൽ അല്ലെങ്കിൽ എത്രയോ കാലങ്ങളായിട്ട് പാകിസ്ഥാൻ ഇന്ത്യയെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നത് ന്യൂക്ലിയർ വെപ്പൺ ആണവായുധം പ്രയോഗിക്കും എന്ന ഒരൊറ്റ കാരണത്തിലാണ്. ഒരു ചോദ്യം വിനോദ് സാർ, എന്തെങ്കിലും പാകിസ്ഥാന്റെ ഈ ആണവായുധം പ്രയോഗിക്കും എന്ന ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യക്ക് തല കുനിക്കേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യ ആ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യക്ക് അടിയറവ് പറയേണ്ടി വന്നിട്ടുണ്ടോ? ഈ മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് മലയാളത്തിലൊരു പ്രയോഗമുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് വരുന്നത് അവസാനം കാര്യം നടന്നു വരുമ്പോഴത്തേക്ക് ഒന്നുകിൽ സ്വയം ഷൂ ആയിപ്പോവും, അല്ലെങ്കിൽ മറ്റവൻ അതിനെ ഷൂ ആക്കും. ഇതാണ് പാകിസ്ഥാന്റെ ആണവായുധ ഭീഷണിക്ക് പറ്റിയതെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്കറിയാം, ഈ പാകിസ്ഥാൻ എന്നും പറഞ്ഞിരുന്ന സംഭവമുണ്ട്, ഞങ്ങളോട് കളിച്ചാൽ, അത് പ്രത്യേകിച്ച് ഇന്ത്യക്കിട്ടാണ് ആ ത്രെട്ട്, ഭീഷണി, ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും. അത് തന്നെ എപ്പോഴാണ്? ഞങ്ങളുടെ അതിർത്തി കടന്ന് ഉള്ളിലോട്ട് വന്നാൽ ആണവായുധം പ്രയോഗിക്കും. ഞങ്ങൾക്ക് തരാനുള്ള വെള്ളം ഇല്ലെന്ന് പറഞ്ഞ് തരൂല എന്ന് പറഞ്ഞ, ഇതിപ്പോ പറഞ്ഞല്ല, വളരെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. വെള്ളം തരത്തില്ലെന്ന് പറഞ്ഞ് നദീജലം കട്ട് ചെയ്താൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും. ഞങ്ങളുടെ ടോപ്പ് നേതാക്കന്മാരെ വല്ലതും തൊട്ടാൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും. ഞങ്ങളുടെ തുറമുഖം ആക്രമിച്ചാൽ, ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ഞെരുക്കിയാൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും. ഇതാണ് അവരുടെ റെഡ് ലൈൻ ആയിട്ട് പറഞ്ഞുകൊടുത്തത്. ഇതിന്റെ പുറത്താണ് ഇന്ത്യയെ ഇത്രയും ഭീഷണിപ്പെടുത്തി ഇത്രയും നാൾ, അതായത് കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുൻപ് വരെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരുന്നിട്ടാണ് ഈ സകല തീവ്രവാദികളെയും ഇങ്ങനെ അകത്തോട്ട് കയറ്റിവിട്ടിരുന്നത്. നമ്മുടെ മുംബൈ ആക്രമണം നടന്നു, നമ്മുടെ പാർലമെന്റ് ആക്രമണം നടന്നു, മറ്റനേകം ആക്രമണങ്ങൾ നടന്നിട്ടും ഇന്ത്യ ഒന്നും ചെയ്യാതിരുന്നത് നമ്മൾ അവരുടെ ആണവായുധ ഭീഷണിയിൽ ഭയന്നു പോയിരുന്നു. ലോകത്ത് തന്നെ എല്ലാവരും പറയും അവരോട് കളിക്കാൻ പോരുത്, അവർക്ക് ബോധമില്ലാത്തവരാണ്, അവർ ആണവായുധം പ്രയോഗിച്ചു കളയും. ഇത്തവണ കാര്യങ്ങൾ മാറി. ഇന്ത്യയിലെ 27 പേരെ മതം നോക്കി വെടിവെച്ച് കൊന്നപ്പോ, പാകിസ്ഥാൻ ട്രെയിൻ ചെയ്ത് പാകിസ്ഥാൻ പരിശീലിപ്പിച്ച് കടത്തി വിട്ടുവെന്ന് നമുക്ക് ഉറപ്പുള്ള ആളുകൾ വന്നപ്പോ നമ്മൾ ആ ഒരു തിരിച്ചടി, പാകിസ്ഥാന്റെ ഉള്ളിൽ കടന്ന് അവന്റെ മർമ്മപ്രധാനമായ സ്ഥലങ്ങളിൽ തിരിച്ചടി നടത്തി. കഴിഞ്ഞ ദിവസം ഒരു പരിപാടി ചെയ്തിരുന്നു, മറ്റൊരു ചാനലിലും ചെയ്യാതിരുന്ന ഒരു, അതായത് പാകിസ്ഥാന്റെ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റിയുടെ കവാടത്തിൽ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ വിക്ഷേപിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ഈ പ്രോഗ്രാം. അതായത് അമേരിക്കയിൽ നിന്നുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി, അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി, DOE എന്നാണ് അതിനറിയപ്പെടുന്നത്. അവർക്ക് ന്യൂക്ലിയർ എമർജൻസി സപ്പോർട്ട് ടീം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. നെസ്റ്റ് എന്ന് പറയും, ന്യൂക്ലിയർ എമർജൻസി സപ്പോർട്ട് ടീം. അപ്പോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയുടെ ഒരു എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു വിമാനം നൂർജഹാൻ എയർബേസിൽ, നൂർഖാൻ എയർബേസ് പാകിസ്ഥാനിൽ വന്നിറങ്ങി കഴിഞ്ഞ ദിവസം. എന്നിട്ട് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾക്ക് മുകളിൽ കൂടിയൊക്കെ അവര് നിരീക്ഷണ പറക്കൽ നടത്തി. എന്താണ് ഈ NEST, ന്യൂക്ലിയർ എമർജൻസി സപ്പോർട്ട് ടീം എന്ന് പറയുന്നത്? പ്രധാനമായിട്ടും അതിനകത്ത് എന്തെങ്കിലും ഒരു ന്യൂക്ലിയർ ആണവായുധ ഇഷ്യൂകൾ ഉണ്ടാകുമ്പോൾ, ന്യൂക്ലിയർ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴോ, എന്തെങ്കിലും ഭീഷണി ഉണ്ടാകുമ്പോഴോ, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ലീക്കായെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്രമണം കൊണ്ടോ ഒരു അപകടം കൊണ്ടോ ന്യൂക്ലിയർ മെറ്റീരിയൽ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനമുള്ളതാണ് ഈ പ്ലെയിനുകൾ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇതിനകത്ത് പ്രത്യേകിച്ച് ഈ പ്ലെയിനിൽ, ഈ വിമാനത്തിൽ ധാരാളം സെൻസേഴ്സ് ഉണ്ട്. അതിനായിട്ട് റേഡിയേഷൻ ലീക്ക് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ന്യൂക്ലിയർ മെറ്റീരിയൽ ബ്രീച്ച്, അത് ഒരു വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അപ്പൊ അത് എന്തിന് ചെയ്തു, എന്തിനാ വിമാനം ഇപ്പോൾ അവിടെ വന്നു? സാധാരണഗതിയിൽ അങ്ങനെ വരാറില്ല. ഒരു ന്യൂക്ലിയർ ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്കയിൽ നിന്ന് ആ വിമാനം ഇവിടെ എത്തൂ. എന്തായാലും പാകിസ്ഥാനിലെത്തി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കിരാന ഹിൽസിന്റെ ചുറ്റിനും നടന്ന ആക്രമണത്തിന് ഒരു പ്രസക്തി ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ്. ഇതും നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ അടിച്ചാൽ കിട്ടും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി ഈ പിന്നെ വിമാനത്തിന്റെ കാര്യം ഇന്റർനെറ്റിൽ അടിച്ചാൽ, വേണ്ടവണ്ണം തിരഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. ശ്രമിച്ചു നോക്കുക. അപ്പോ എന്താണ് ഈ നൂർഖാൻ എയർബേസിന്റെ പ്രത്യേകത? പണ്ടത് അറിയപ്പെട്ടിരുന്നത് പാകിസ്ഥാൻ എയർഫോഴ്സ് PAF ചക്ലാല എന്നായിരുന്നു.
അവിടെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ ആയിട്ടുള്ള ന്യൂക്ലിയർ, അതിന് തൊട്ടടുത്താണ് ഈ കിരാന ഹിൽസിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂക്ലിയർ ആഴ്സണലുകൾ, അതായത് ന്യൂക്ലിയർ ആണവായുധങ്ങളെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലം. അപ്പൊ അത് ഏറ്റവും അടുത്ത് ഇസ്ലാമാബാദിന്റെ വളരെ അടുത്താണ്. മാത്രമല്ല ആ ഈ നൂർഖാൻ എയർബേസിലെ ഹാങ്ങർ അടിച്ചു തകർത്ത് കളഞ്ഞു. അവിടെ C-130 ഹെർക്കുലീസ് വിമാനങ്ങൾ ഉണ്ടായിരുന്നു, IL-78 റീഫ്യൂവലിംഗ് ടാങ്കേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ അടിച്ചു നമ്മുടെ ബോംബുകളും മിസൈലുകളും തകർത്തു. അപ്പോ എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പാകിസ്ഥാനും സംശയം, അമേരിക്കയ്ക്കും സംശയം. അതുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ പ്രത്യേക വിമാനം റേഡിയേഷൻ അണു വികരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് നിരീക്ഷിക്കാനുള്ള അമേരിക്കയുടെ വിമാനം പാകിസ്ഥാന്റെ ചുറ്റിനും വന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട. ഇതൊരു രഹസ്യമായിട്ട് നടക്കുന്നതാണ്. ഒരുപക്ഷെ ആരും ഒഫീഷ്യലായിട്ടുള്ള അക്സെപ്റ്റൻസ് ഒന്നുമില്ല. നമുക്ക് ഇന്നലത്തെ നമ്മുടെ ഡിഫൻസ് മേധാവികളുടെ വാർത്താ സമ്മേളനം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എത്ര കെയർഫുൾ ആയിട്ടാണ് ഈ മിലിറ്ററി കാര്യങ്ങളെ, മിലിറ്ററി ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. പറഞ്ഞു വന്ന എന്താണ്, പാകിസ്ഥാൻ എന്നും പറഞ്ഞിരുന്നത് അവരുടെ ആണവായുധങ്ങൾ എടുത്ത് പ്രയോഗിക്കും. അവർക്ക് പ്രയോഗിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവരുടെ ആണവായുധങ്ങൾ അവർക്ക് സൂക്ഷിക്കാൻ പോലും, നേരെ വണ്ണം സൂക്ഷിക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പാകിസ്ഥാൻ ഈ മല പോലെ വന്നത് എലി പോലെ പോയെന്നും ഒരുപക്ഷെ പാകിസ്ഥാൻ ഒരു ആണവ കടലാസ് പുലി മാത്രമാണെന്നും. കാരണം എന്ന് പറഞ്ഞാൽ അവനവന്റെ കയ്യിരിക്കുന്ന ആയുധം പോലും അവന് സൂക്ഷിച്ചു വെക്കാൻ പറ്റാത്തവനാണ് അടുത്തത് എടുത്ത് ഇന്ത്യക്ക് പ്രയോഗിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അമേരിക്കയുടെ ഇടപെടൽ ഇത്ര വലിയ പ്രധാനപ്പെട്ടതാക്കിയത്. ഇതിനകത്ത് വീണ്ടും പ്രധാനമായിട്ട് പറയുന്ന കാര്യം, ഈ ആണവായുധങ്ങൾ ശരിയായി സൂക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യത്ത് തീവ്രവാദികളുടെ കയ്യിൽ ചെന്നെത്താനുള്ള ഒരു സാധ്യത നാം മുന്നിൽ കാണണം. അതുകൊണ്ടാണ് അമേരിക്ക 2000 മുതൽ പാകിസ്ഥാന്റെ എല്ലാ ആണവായുധ നിലയങ്ങളുടെയും അല്ലെങ്കിൽ ആണവായുധ നിലയങ്ങളുടെയും ആണവായുധ സംഭരണ ശാലകളുടെയും സെക്യൂരിറ്റി ചെയ്തിരിക്കുന്നത്. അതായത് സെക്യൂരിറ്റി സംവിധാനങ്ങൾ അമേരിക്കയുടെ മേൽനോട്ടത്തിലാണ് നടത്തുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ ഒരു ആണവായുധം ഒരു ചെറിയൊരു ഭാഗമെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ പോകുന്ന അമേരിക്കയ്ക്ക് വലിയൊരു ഭീഷണിയാണ്, ലോക രാഷ്ട്രങ്ങൾക്ക് വലിയൊരു ഭീഷണിയാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ ആണവായുധ സംഭരണശാലയ്ക്ക് വേണ്ട സെക്യൂരിറ്റി അഡ്വൈസ്, അതിന്റെ ക്യാമറ സംവിധാനങ്ങൾ, അകത്തോട്ടാരും വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ, അലാം ട്രിപ്പിംഗ് സംവിധാനങ്ങൾ എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അമേരിക്കയാണ്. അതിന്റെ ഈ കിരാന ഹിൽസ് തുരന്ന് അകത്ത് ഫെസിലിറ്റി ഉണ്ടാക്കാൻ സഹായിച്ചത് ചൈനയാണ്. പക്ഷെ ഒന്നും പ്രയോജനം ഉണ്ടായില്ല. അപ്പോ ഈ അടിച്ചിട്ട ഹാങ്ങറുകളിൽ, ഇന്ത്യ അടിച്ചിട്ട ഹാങ്ങറുകളിൽ ഒരു പക്ഷേ ആണവായുധം ഉണ്ടായിരുന്നുവോ അല്ലെങ്കിൽ ആണവായുധം ലോഡ് ചെയ്തിരുന്ന പ്ലെയിനുകൾ ഉണ്ടായിരുന്നു എന്ന സംശയമൊക്കെ നിലവിലുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ ഈ അതിന്റെ തുരങ്കത്തിന്റെ കവാടത്തിൽ അടിച്ചപ്പോഴത്തേക്ക് അകത്ത് അപകടം പറ്റിയിട്ടുണ്ടോ? ഒന്നും പറ്റിയിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാലും ഒരുപക്ഷെ ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അമേരിക്ക അവരുടെ ഈ ഒരു പ്രത്യേക പ്ലെയിനിനെ അയച്ചു എന്നുള്ളത് സത്യമായ കാര്യമാണ്. അപ്പോ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനം എന്താണ്, ഈ പാകിസ്ഥാൻ ഈ ജയ്ഷ് ഇ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെ ഒക്കെ വിളനിലമാണ്, അല്ലെ അവരുടെ ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് ആണ്. ഇവരെ പരിശീലിപ്പിക്കുന്നത് അവിടെ നിന്ന് ഒരു ദിവസം ഇവർക്ക് ഈ ആയുധം കയ്യേലക്കാലാക്കാൻ അത്ര പ്രയാസമൊന്നും ഇല്ല എന്നാണ് അമേരിക്ക വിചാരിക്കുന്നത്. അത്ര ദുർബലമാണ് അവരുടെ സംവിധാനങ്ങൾ. അപ്പൊ അടുത്തൊരു വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട് ലോകമെമ്പാടും ഉണ്ടാക്കിയിരിക്കുന്ന മാനസികമായിട്ടുള്ള ഒരു പ്രത്യാഘാതവും വലുതാണ്. അപ്പോ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാക്കിയിരിക്കുന്ന ഭയം ലോകത്തിന് വളരെ വലുതാണ്. അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അടുത്ത ഒരു അടിക്ക് ഒരു പക്ഷേ ആണവായുധ പുരകൾ ബോംബ് ചെയ്യാൻ ഇന്ത്യക്ക് ഒരു പക്ഷേ നീക്കമുണ്ടായിരുന്നു. അടുത്ത ദിവസം ആയിരുന്നെങ്കിൽ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞേനെ. അതാണ് അമേരിക്ക അതിനകത്ത് ആ ദിവസം ഇന്റർഫിയർ ചെയ്യാനുണ്ടായ കാരണം. അടുത്തത് ഇവരുടെ ഈ ഒരു സെൻട്രലൈസ്ഡ് കമാൻഡ് റിസ്ക് എന്ന് പറയും. അതായത് ഈ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് പല പല സ്ഥലങ്ങളിലാണ്. ഇത് പല സ്ഥലത്ത് ആണ് ഒന്നത്. രണ്ട്, അതായത് പല സ്ഥലത്തായിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട ആയുധങ്ങളെല്ലാം
ഒരു സ്ഥലത്താണ്. അതായത് റാവൽപിണ്ടിയിലും ഇസ്ലാമാബാദിനും ചുറ്റിൽപ്പറ്റിയാണ് അവരുടെ ന്യൂക്ലിയർ ആയുധങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത്. ഇത് വലിയ അപകടമാണെന്നാണ് പറയുന്നത്. കാരണം ഒറ്റ അടിയിൽ ആ ഏരിയ മുഴുവൻ കൂടെ അങ്ങ് പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റൂല. നിലത്ത് വെച്ചത് പൊട്ടാൻ പ്രയാസമാണ്. അതിനെ പൊട്ടേണ്ടതുപോലെ പൊട്ടിക്കണം. അതൊന്ന്. രണ്ട്, ഇവരുടെ അടുത്ത അബദ്ധം എന്ന് പറയുന്നവർ പല സ്ഥലത്തായിട്ടാണ് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. പല അതായത് ഈ തീവ്രവാദികളുടെ കയ്യിൽ പെടാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇന്ത്യക്ക് ആ ഭയം ഇല്ലാത്തതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് വേണ്ട സമയത്ത് പൊക്കാൻ അറിയാം. അല്ലെ അമേരിക്കയ്ക്ക് അറിയാം, റഷ്യക്ക് അറിയാം. പക്ഷേ ഈ പാകിസ്ഥാന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നിർബന്ധപ്രകാരം ഇതിന്റെ പല കമ്പോണൻസ് പല സ്ഥലത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്ന് കൂട്ടി യോജിപ്പിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും. അപ്പൊ ഇങ്ങനത്തെ ധാരാളം പ്രശ്നങ്ങളുള്ള ഒരു ന്യൂക്ലിയർ ആണവായുധ രാജ്യമാണ് ആണെങ്കിൽ തന്നെ പാകിസ്ഥാൻ എന്നുള്ളത് ഇപ്പോ പുറത്തറിഞ്ഞു. അതാണ് എന്റെ പ്രശ്നം. അടുത്ത ഇവരുടെ ഒരു സൈബർ സെക്യൂരിറ്റി, ഇതെല്ലാം ഈ ഇലക്ട്രോണിക് സിഗ്നൽസ് വഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നതും ഇനിഷ്യേറ്റ് ചെയ്യുന്നതൊക്കെ. അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും സംശയമാണ്. ഇവർ ഈ പറയുന്നത് പോലെയൊക്കെ ഉണ്ടായിരുന്നോ? ഇവരുടെ കമാൻഡ് ആൻഡ് സൈബർ സെക്യൂരിറ്റി സംവിധാനങ്ങൾ എത്രത്തോളം ഫലപ്രദമാണ്? വേറെ ആർക്കെങ്കിലും അതിനകത്ത് കയറി കളിക്കാൻ പറ്റുമോ? വേറെ ആർക്കെങ്കിലും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയം ഇന്ന് ലോകരാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഉണ്ടായിട്ടുണ്ട്. അടുത്തത് ഒരു റോഗായിട്ടുള്ള, നമുക്കറിയാം ഈ അസിം മുനീർ എന്ന് പറയുന്ന അവൻ ഒരു വലിയ ഒരു മത തീവ്രവാദ സങ്കല്പം ഉള്ള ഒരാളാണെന്ന് നമുക്കറിയാം. പാകിസ്ഥാൻ, നമുക്ക് അങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, കഥകളെങ്കിലും, സിനിമാ കഥകളെങ്കിലും. അതായത് അയാളുടെ കൺട്രോളിലിരിക്കുന്ന സംവിധാനം ഗവൺമെന്റിന്റെ പെർമിഷൻ ഇല്ലാതെ അയാളെടുത്ത് ഉപയോഗിച്ചാലോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അതുപോലെ ഒരു റോഗ് മിലിറ്ററി നേതാവ് അല്ലെങ്കിൽ ഒരു ഇൻസൈഡർ അത് ചെയ്താലോ എന്നൊക്കെയുള്ള ഭയം ഇപ്പൊ വന്നിട്ട് ഇവരുടെ ആ ആണവായുധങ്ങളൊന്നും ഒട്ടും സെക്യൂർഡ് അല്ല എന്നുള്ളൊരു ചിന്ത അമേരിക്കയ്ക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്, ലോകരാഷ്ട്രങ്ങൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇവരുടെ ഇപ്പൊ ഇതിനകത്തൊക്കെ അണുവികീരണം ഉണ്ടായി എന്നതിന്റെ ഒരു സംശയം തോന്നാൻ കാര്യം എന്താ? അവരുടെ ആ സ്റ്റോറിംഗ് ഫെസിലിറ്റി ഒന്നും അത്ര സേഫ് അല്ല എന്നാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്. വൾണറബിൾ ആണെന്ന് പറയും. അപ്പൊ ആ പല പല സ്ഥലങ്ങളിലാണ് വൾണറബിൾ ആണ്. ഇതെല്ലാം കൂടെ ഇവർക്ക് നോക്കാൻ പറ്റുമോ എന്നുള്ള സംശയമൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവനൊരു കടലാസ് പുലിയാണെന്ന്, ആണവായുധ കടലാസ് പുലിയാണ്. അടുത്തത്, ഇവരുടെ ഈ ആണവായുധങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് മിലിറ്ററി ഇൻസ്റ്റലേഷന്റെയും അല്ലെങ്കിൽ ആളുകൾ താമസിക്കുന്നതിന്റെയും നടുക്കാണ്. അതും വലിയൊരു അപകടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാവൽപിണ്ടിയിലും ഇസ്ലാമാബാദിലാണ്. അതായത് വേറൊരു രാജ്യത്തിന് ഇവന്റെ ആണവായുധങ്ങൾ ഇല്ലാതാക്കാൻ, അത് ബോംബിട്ട് നശിപ്പിക്കണമെന്ന് പറയുമ്പം അത് തന്നെ ധാരാളം പേരെ കൊല്ലും. അതായത് അതിന് ചുറ്റിനുമുള്ള സാധാരണക്കാരെ കൊല്ലും. ആണവായുധം പൊട്ടും എന്നല്ല. നമുക്കിപ്പം നമ്മുടെ നേരെ ആക്രമിക്കാതിരിക്കാൻ നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇന്ത്യയിലെ ഒരു നഗരത്തിലോട്ട് ഒരു ആണവായുധം വിക്ഷേപിക്കാതിരിക്കാനുള്ള നടപടി എടുക്കേണ്ടത് നമ്മളാണ്. ഇവർ അങ്ങനെ സംശയം തോന്നുന്നെങ്കിൽ ആ ഏരിയ അടിക്കേണ്ടി വരും. അതും ഇവരുടെ ഒരു വലിയ മിസ്റ്റേക്ക് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇവർക്ക് അത് കൈ കൊഴിക്കാനുള്ള യാതൊരു കപ്പാസിറ്റിയും ഇല്ലാത്ത ഒരു രാജ്യമാണെന്ന് ഇപ്പം അത് പൊളിഞ്ഞു എന്നുള്ളതാണ് സംഭവം. അപ്പൊ അടുത്തത്, ഇവരെന്നും പറഞ്ഞിരുന്ന എന്താണ്? ഈ ആണവായുധം ഇവരൊരു പ്രത്യേക അവരുടെ രക്ഷയ്ക്കായി നേരത്തെ വേണേ ഉപയോഗിക്കും, അതുകൊണ്ട് വേറെ രാജ്യങ്ങൾ ഞങ്ങളെ ആക്രമിക്കാതിരിക്കും. അതും പൊളിഞ്ഞോ? ഇപ്പൊ ആണവായുധം ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇന്ത്യ കയറി അടിക്കേണ്ടിടത്തൊക്കെ അടിച്ചു, ആണവായുധത്തിന്റെ വാതുക്കലും അടിച്ചു. അപ്പോ അത് അവരുടെ വാദവും, അവരെന്തിനാണോ ആണവായുധം വച്ചിരുന്നു എന്ന് ഇത്ര നാള് ലോകത്തിനോട് പറഞ്ഞത്, അതും നടക്കാതെ പോയി. അപ്പം ഇത്തരം ഒരു രാജ്യം, ഇത്തരം ഒരു സ്റ്റേബിൾ അല്ലാത്ത രാജ്യം ആണവായുധം വയ്ക്കുന്നതിന്റെ അപകടം ഇന്ന് ലോകം തിരിച്ചറിയാണ്. അതാണ് അമേരിക്ക ഇടപെടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ചുരുക്കം പറഞ്ഞു വരുന്നത്, ഇവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും സംശയമാണ്. വല്ല ചെറിയ പടക്കം പോലത്തെ സംവിധാനങ്ങളൊക്കെ, ചെറിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. അത് അവർക്ക് സൂക്ഷിക്കാൻ അറിയാമോ എന്നറിയാമുണ്ട്, എടുത്ത് ഉപയോഗിക്കാൻ അറിയാമോ എന്ന് സംശയമുണ്ട്. അവർക്ക് തന്നെ അത് വിനയായി മാറുമോ എന്ന് ഇപ്പൊ അമേരിക്കയ്ക്ക് സംശയമുള്ളത് കൊണ്ടാണ് ഈ റേഡിയേഷൻ ഡിറ്റക്ഷൻ ചെയ്യാനുള്ള ഒരു അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയുടെ ഒരു വിമാനം ഇങ്ങനെ പറന്ന് നടന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഒരു ആണവ സങ്കല്പത്തിലെങ്കിലും ഇവർ പറയുന്നത് പോലൊന്നും ഇവരില്ല എന്നുള്ളത് ഇന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്.
യെസ്, വ്യക്തമാണ് സാർ. എന്തായാലും ഇന്ത്യ സാറി സൂചിപ്പിച്ചതുപോലെ മുംബൈ ഭീകരാക്രമണ സമയത്തോ ഒന്നും ഈ ന്യൂക്ലിയർ വെപ്പൺ പ്രയോഗിക്കും ഇന്ത്യ ആക്രമിച്ചാൽ എന്നുള്ള ഭീഷണി സമയത്തൊന്നും, മുംബൈ ഭീകരാക്രമണം നടന്നപ്പോഴൊന്നും ഇന്ത്യ പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോഴും പാകിസ്ഥാൻ അതേ നിലപാട് തുടർന്നു. ഒടുവിൽ വെടിനിർത്തൽ കരാറിലേക്ക് ഇന്ത്യ എത്തി. പലതവണയായി പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കുന്ന നിരന്തര ഭീഷണികളിൽ ഒന്നുകൂടിയാണ് ഈ ആണവായുധം പ്രയോഗിക്കും എന്നുള്ളത്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.